ഹലോ ഗൈസ്, അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിന് ആൻസർ ചെയ്യാം. ന്യൂ ഇയർ റെസൊല്യൂഷൻ. എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ പ്രത്യേകിച്ചൊന്നുമില്ല. ജിമ്മിൽ പോകണം, എല്ലാവരെയും പോലെ ജിമ്മിൽ പോകണം, ഡയറ്റ് എടുക്കണം, ബോഡി ശ്രദ്ധിക്കണം, ഹെൽത്ത് നോക്കണം, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഡയറി എഴുതണം. ഇതൊക്കെ ആയിരിക്കത്തില്ല എല്ലാവർക്കും. അതുപോലൊക്കെ തന്നെ എനിക്ക് പക്ഷെ പേഴ്സണലി ഞാൻ കുറച്ചുകൂടെ വെറൈറ്റി കണ്ടന്റ് ഒക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഞാൻ ഒതുങ്ങിയിരിക്കുന്ന ആളാണ്. അതിൽ നിന്നൊക്കെ മാറി കുറച്ച് വൈഡായിട്ട് ഇറങ്ങി മത്സരിക്കുക തോന്നുന്നു. ഇറങ്ങി എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഒക്കെ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. വീട്ടിൽ തന്നെയുള്ള വീഡിയോസ് അല്ലേ കൂടുതലുള്ളത്. അങ്ങനെ പിന്നെ വ്ളോഗിൽ കുറച്ചും കൂടെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കും, നിർത്തും, അങ്ങനെയൊക്കെ. ക്രിസ്മസിന് എന്താ പരിപാടി? ക്രിസ്മസിന് വീട്ടിൽ പോകണം, കേക്ക് മുറിക്കണം, പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ. കറങ്ങാൻ പോകണം, പ്രത്യേകിച്ചൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എനിക്ക് ക്രിസ്മസിൽ കൊച്ചിയിൽ വരാൻ ഭയങ്കര ഇഷ്ടം. ഭയങ്കര ലൈറ്റും ഭയങ്കര അടിപൊളിയായിട്ട് ഇവിടെ കാണാൻ. കൊച്ചിയിൽ ബ്രോഡ്വേ ഒക്കെ സെറ്റാ കാണാൻ. എനിക്ക് അതുപോലെ തന്നെ ന്യൂ ഇയർ സമയത്ത് ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ പപ്പാനി കത്തിക്കുന്ന കാണാൻ, അത് കാണാൻ വരണം ഭയങ്കര ആഗ്രഹം. ഇത്രേ ഉള്ളൂ. അപ്പൊ അടുത്തത്, എന്റെ ഓരോ വീഡിയോയിൽ ഓരോ ഹെയർ സ്റ്റൈലല്ലേ, ഇത് സേവ് ആയിട്ട് വരാൻ കുറച്ച് സമയം എടുക്കുന്നു. അപ്പൊ ഞാൻ എന്റെ ഇടയ്ക്ക് ചെയ്യുന്നേ. ബിജിൻ ചേട്ടൻ കസിനാണോ? അല്ല, ബിജിൻ ചേട്ടൻ കസിനല്ല. ബിജിൻ എന്റെ കൂട്ടുകാരനാണ്. ഞങ്ങൾ കൂട്ടുകാരാ. ഞങ്ങൾ ഓൾറെഡി അത് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബിഗ്ഗസ്റ്റ് ഫിയർ, അങ്ങനെ ഭയങ്കര പേടിയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് റീസെന്റ് ആയിട്ട് ഏറ്റവും പേടിയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈവേയിൽ വണ്ടി ഓടിക്കുന്നത് ഭയങ്കര പേടി. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതിൽ കൂടെ സ്കൂട്ടി പോകുമ്പോഴത്തേക്കും ഇതുവഴി എന്തെങ്കിലും ഒരു വലിയൊരു ബസ്, എന്തെങ്കിലും വലിയ വണ്ടി സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എന്റെ വണ്ടി ഇങ്ങനെ ഒലഞ്ഞ് ഇങ്ങനെ ഇതിൽക്കൂടെ ആവും. അപ്പൊ ഇതിൽക്കൂടെ നിൽക്കുമ്പോഴത്തേക്കും വേറൊരു വണ്ടി ഇതിൽക്കൂടെ വരും. എനിക്കത് ഭയങ്കര പേടിയാ. ലവേഴ്സ് കോമഡി വീഡിയോ ചെയ്യാമോ? ചെയ്യാം. ഞങ്ങൾ നോക്കിയപ്പോ എന്നല്ല, ഞങ്ങളുടെ കൂടുതലും വ്യൂവേഴ്സ് കൊച്ചു പിള്ളേരാ. അപ്പോ അതുകൊണ്ട് ഞങ്ങൾ കപ്പിൾ വീഡിയോസ് അധികം ഇൻക്ലൂഡ് ചെയ്യാത്ത. വെറുതെ മനസ്സിലായല്ലോ, അതാ അധികം കപ്പിൾ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാത്ത. പക്ഷെ കപ്പിൾ കോമഡി വീഡിയോസ് ചെയ്യാം, അത് പ്രശ്നമില്ല. ഇനിയും ചെയ്യാം. ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ചെയ്യുന്നതേ അങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ആണ്. ഇനിയും ചെയ്യാം. അടുത്ത, ചേച്ചി ഡിങ്ക പറയാമോ? ഡിങ്ക. ചേച്ചി പുഷ്പ 2 കണ്ടോ? പുഷ്പ 2 കണ്ടില്ല. പുഷ്പ 1 പോലും ഞാൻ കണ്ടിട്ടില്ല മര്യാദയ്ക്ക്. എനിക്ക് അതിനകത്ത് ആ പാട്ടൊക്കെ മാത്രമേ ഇഷ്ടമുള്ളൂ. അതിനകത്ത് ചില സീൻ ഞാൻ കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടമല്ല. വാനിലൊക്കെ ഇരുന്നിട്ട് രശ്മികാന്ത് സംസാരിക്കും എന്തോ. അന്ന് പണ്ട് കണ്ടതാ പുഷ്പ 1 തന്നെ. അത് തന്നെ എനിക്ക് ഇഷ്ടമായില്ല. അതും അവിടെ ഇവിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുപോലെ എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ പുഷ്പ 2 കണ്ടിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ കുറെ പേര് പറഞ്ഞ് എന്റെ അടുത്ത് പുഷ്പ 2 കാണാൻ പോകണം, അതും ഫ്രണ്ട്സുമായിട്ട് തന്നെ പോകണം, ചിരിച്ചിരിച്ചിരി ഊപ്പാട് വരും, അതുപോലത്തെ ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെയാന്ന് പറഞ്ഞ്. അതുകൊണ്ട് അങ്ങനെ പോയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ഒരു എല്ലാരും കളിയാക്കി പറഞ്ഞ അങ്ങനെ എന്തോ സിനിമയാന്ന് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല, അതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയത്തില്ല. പിന്നെ ഓരോരുത്തരുടെ ഇത് ഓരോതുപോലല്ലേ. എനിക്ക് തോന്നുന്നു എല്ലാവരും ഭയങ്കര കോമഡി, ചിരിച്ചിട്ട് ചാവും. ഫൈറ്റും ഡയലോഗൊക്കെ കണ്ടെങ്കിൽ ചിരിച്ചാവുണ്ട്. കൂട്ടുകാരൊക്കെ പോയിട്ട് കാണുന്നു പറഞ്ഞു. അങ്ങനെ പോയാൽ കൊള്ളാമുണ്ട്. ചിലപ്പോ പോവായിരിക്കും.